ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള എഗ് ദോശയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ദോശമാവ് മാറ്റി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യം 2 മുട്ടയാണ്. അപ്പോൾ കുറച്ചുകൂടി മുട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 മുട്ട മതിയെങ്കിൽ അതും അങ്ങനെയും ചേർക്കാം. ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി, ഒരല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഒരല്പം ഉപ്പ്. ഇത്രയും മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൂടാതെ ചിലതെങ്കിലും ഉണ്ടാകും, അപ്പോൾ അവർക്കിത് യൂസ്ഫുൾ ആകും. എന്നാൽ ശരി, നമുക്കിനി ദോശ തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ദോശത്തവ ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ദോശത്തവ ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാക്സിമം തിന്നായിട്ട് നമ്മളത് പരത്തി കൊടുക്കണം, കാരണം നമ്മൾ മറിച്ചിട്ട് ഇത് എടുക്കുന്നില്ല, ഒരു സൈഡ് മാത്രമേ നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ മാക്സിമം തിന്നായിട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട വന്നിട്ട് ഫുള്ളും വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, പകുതി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇടുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈവനായിട്ട് എല്ലാ സ്ഥലത്തും ഇടാൻ പറ്റും. സവാള എല്ലാം ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ദോശമാവിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ മുട്ടയിലൊന്നും ഉപ്പില്ല. അതിൻ്റെ പേരിലാണ് നമ്മളൊരു അല്പം ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലി നമ്മൾ മാറ്റി വെച്ചിരുന്ന മല്ലിയില കൂടി ചേർക്കാം. നമ്മളെപ്പോഴും ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഈ ദോശയും ചുട്ടെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. നമ്മുടെ ദോശ കറക്റ്റായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഇളകി വരും. ഇതുപോലെ 4 സൈഡിൽ നിന്നും അതിങ്ങനെ ഇളകി വരും. ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. ഞാനിപ്പോൾ മറിച്ചിടുന്നില്ല. അപ്പോൾ മറിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ എടുക്കണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ എഗ്ഗിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ദോശയാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഇത് നമ്മൾ പുതിന ചട്നിയൊക്കെ തയ്യാറാക്കിയില്ലേ, അതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ ആ ചട്നി തന്നെ വേണമെന്നില്ല, തേങ്ങാ ചട്നിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കട്ടിയുള്ള ചട്നിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ എഗ് ദോശ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ കമൻസ് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.